ഈ ഒരു പാമ്പ് ശരിക്കും എന്താ പറയാ ഒരുപാട് ഇനങ്ങളുണ്ടല്ലോ. കുറേ ഇനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വിഷമുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ ഒരു ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പ്രധാനമായും മൂർഖൻ, അതുപോലെ അണലി, നമ്മൾ ചേനത്തണ്ടൻ, അതുപോലെ എന്താണ് വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പറയുന്ന അണലി, റസൽ സ്വൈപ്പർ. പിന്നെ കോമൺ ക്രൈറ്റിന് പ്രാദേശികമായിട്ട് ഒരുപാട് പേരുകളുണ്ട്. വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളവളപ്പൻ, കട്ടിളയപ്പൻ, എട്ടടി വീരൻ, മോതിരവളയൻ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഈ 3 എണ്ണമാണ് കേരളത്തിൽ പൊതുവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷപ്പാമ്പുകൾ. പിന്നെ ബിഗ് 4 എന്ന് പറയും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മരണകാരണമാകുന്ന 4 പാമ്പുകളാണ് ബിഗ് 4. അതിൽ ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് മൂർഖൻ, ചേനത്തണ്ടൻ, വെള്ളിക്കെട്ടൻ, അണലി. മൂർഖനും റസൽ സ്വൈപ്പറും കോമൺ ക്രൈറ്റും. ഇതുകൂടാതെ 4ാമത്തേത് കേരളത്തിൽ പരക്കെ എല്ലായിടത്തും കാണപ്പെടുന്നില്ല. സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും. ചുരുട്ടമണ്ഡലി എന്നോ അല്ലെങ്കിൽ ഈർച്ചവൾശൽക്കണലി എന്നോ ഒക്കെ പേരുള്ള സോസ്കെയിൽഡ് വൈപ്പർ. അത് ശരിക്കും കാസർഗോഡ് ജില്ലയിലും പാലക്കാട് ജില്ലയുടെ വരണ്ട പ്രദേശങ്ങളിലും ഒക്കെയാണ് അതുള്ളത്. അപ്പോൾ അതിന്റെ ബൈറ്റ് കേസസ് കേരളത്തിൽ കുറവാണ്. അപ്പം 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ കൂടുതൽ, അതായത് അത്യുഗ്രവിഷം അല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മരണകാരണമായേക്കാവുന്ന ഒരു കൂടുതൽ കടി ഏൽക്കുന്ന ഒരു പാമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയും. മുഴമൂക്കൻ കുഴിമണ്ഡലി, അതിൻ്റെ മൂക്കിൻ്റെ അറ്റത്തൊരു ചെറിയ മുഴ പോലുണ്ട്. പിന്നെ ഒന്ന് രാജവെമ്പാലയുടെ ആൻറ്റിവനം നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ രാജവെമ്പാല സാധാരണയായിട്ട് അങ്ങനെ നാട്ടുപുറത്ത് അങ്ങനെ ഇറങ്ങി വരാറില്ല. മേറ്റിംഗ് സീസണിൽ ഇത് കൂടുതൽ സഞ്ചരിക്കും. അതായത് ഫിറോമോണൽ അട്രാക്ഷൻ, പെൺപാമ്പുകൾ പുറപ്പെടുവിക്കുന്ന ചില രാസപദാർത്ഥങ്ങളുണ്ട്, ഫിറോമോൺസ് എന്നാ പറയുക. അപ്പോൾ അത് കിലോമീറ്ററുകളോളം ദൂരെ നിന്നിട്ട് ആൺപാമ്പുകൾക്ക് അത് സെൻസ് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റും. പെൺപാമ്പിനെ അത് ലൊക്കേറ്റ് ചെയ്തിട്ട് ആ പെൺപാമ്പിനടുത്തേക്ക് മേറ്റിങ്ങിന് വേണ്ടി അത് എന്ത് ചെയ്യും, സഞ്ചരിച്ചു വരും. അപ്പോൾ അത് താമസിക്കുന്ന അതിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് ഒരു വനപ്രദേശമാണ്. പെൺപാമ്പ് താമസിക്കുന്ന ടെറിട്ടറിയും ഒരു വനപ്രദേശമാണ്. പക്ഷേ ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ച് വരുമ്പോൾ അതിനിടയ്ക്ക് ചെറിയ പോക്കറ്റ്സ് ഉണ്ടാവും, ആൾ താമസമുള്ള സ്ഥലങ്ങളുണ്ടാവും. അതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആൾക്കാർ ഇതിനെ കാണുകയും പിടികൂടുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇത് ജനവാസ മേഖലകളിൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ ജനവാസ മേഖലകളിൽ വരുന്നൊരു പാമ്പല്ല രാജവെമ്പാല. മാത്രമല്ല അതിൻ്റെ ബൈറ്റ് കേസസ് വളരെ കുറവാണ്. സാധാരണ അത് കടിക്കാറില്ല. പിന്നെ സാധാരണ പാമ്പിൻ്റെ കടിയേൽക്കുക എന്നൊക്കെ പറയുന്നത് കാണാതെ അതിൻ്റെ തൊട്ടടുത്ത് പോവുക, അതിൻ്റെ വാലിൽ പോയി ചവിട്ടുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ്. രാജവെമ്പാല ഇത്രയും വലിയൊരു പാമ്പാണ്, കാണാതെ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അറിയാതെ പോയി ചവിട്ടില്ല. പിന്നെ രാജവെമ്പാല ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല സിഗ്നൽസും കിട്ടും. കാക്ക കൂട്ടമായിട്ട് ഇങ്ങനെ കരയും, അല്ലെങ്കിൽ പട്ടി കുരയ്ക്കും. ഒരു നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്തപ്പോൾ ഒരു കുരങ്ങ് വന്ന് പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കൂട്ടം കാക്ക ഉണ്ടാവും. പട്ടി കുരച്ചിട്ട് നമുക്ക് സിഗ്നൽ തരും. അപ്പോൾ എന്തോ സാധാരണ ഇല്ലാത്ത എന്തോ സംഗതി അവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഒരു രാജവെമ്പാല വന്നാലും ഇത്തരം സിഗ്നൽസ് ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പരിസരത്ത് എന്തെങ്കിലും ശബ്ദത്തിലോ ഇതിലൊക്കെ ഒരു പ്രത്യേകത തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ആനക്കൂട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കടുവയുടെ സാന്നിധ്യം ഉണ്ട്, കുരങ്ങ് ശബ്ദം ഉണ്ടാക്കുന്നു, പക്ഷികൾ ചിലയ്ക്കുന്നു, മാന് ഓടി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധാരണ അല്ലാത്ത എന്തെങ്കിലും ഒരു സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അലർട്ട് ആവുകയും മാറി നിന്ന് നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഒരു കടുവ വന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ജീവി നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഏതായാലും ഇത്തരത്തിലുള്ള അലർട്ട് കിട്ടും. ഓക്കെ. ഈ ഒരു മേറ്റിംഗ് സീസണെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാമ്പിന്റെ മേറ്റിംഗ് സീസണിലാണ് ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത്. ഈ മേറ്റിംഗ് സീസൺ എപ്പോഴാണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കടി കിട്ടാൻ കാരണമാണ്? സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഈ എന്താണ് നമ്മളെ അതിന്റെ സാന്നിധ്യം അറിയിക്കാതെ നമ്മുടെ പരിസരത്ത് ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് പാമ്പ്. ഒളിഞ്ഞു താമസിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ മേറ്റിംഗ് സീസണിൽ ഇത് എന്ത് ചെയ്യും, ആ ഒളിയിടങ്ങൾ വിട്ടിട്ട് അത് പുറത്തേക്ക് വരും. അത് സഞ്ചരിക്കും, കൂടുതൽ സഞ്ചരിക്കുന്നത് അതിന്റെ ഇണയെ അന്വേഷിച്ച് സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഒക്ടോബർ മാസത്തോടു കൂടിയാണ് മേറ്റിംഗ് സീസൺ ആരംഭിക്കുക. കൂടുതലായി വെള്ളിക്കെട്ടന്മാരെയാണ് പേരായിട്ട് കാണാൻ തുടങ്ങുക. വെള്ളിക്കെട്ടൻ്റെ മേറ്റിംഗ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂർഖൻ്റേതായി, അണലിയുടേതായി, പിന്നെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. കേരളത്തിൽ നമ്മുടെ സ്നേക്ക് ബൈറ്റ് ഡാറ്റ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും 2024 കണക്കൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 30 വരെ 8 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ പകുതി കഴിഞ്ഞപ്പോഴേക്കും മേറ്റിംഗ് സീസൺ തുടങ്ങി. അപ്പോഴേക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 10 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. അതായത് 8 മാസം കൊണ്ട് 8 അടുത്ത 2 മാസം കൊണ്ട് 18 10 മാസം ആയപ്പോഴേക്കും അത് 18. അപ്പോൾ അത്രത്തോളം ആ തോതിൽ
വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഒളിയിടങ്ങൾ വിട്ട് പാമ്പുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. സാധാരണഗതിയിൽ പകൽ സമയങ്ങളിൽ മാത്രം സഞ്ചരിക്കുന്ന പാമ്പുകൾ രാത്രിയും കുറച്ച് സഞ്ചരിക്കും. സാധാരണ രാത്രിയിൽ മാത്രം പുറത്ത് കാണുന്ന വെള്ളിക്കെട്ടനെ പോലുള്ള പാമ്പുകൾ പകലും പുറത്തു വരും. പിന്നെന്താണ്, അത് ഈ പ്രവിശ്യാ യുദ്ധങ്ങളുണ്ട്, ആൺപോരുകൾ, അതായത് മേറ്റിങ്ങിൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള സംഘടന. അപ്പോഴേക്കും അത് കൂടുതൽ അഗ്രസീവായിരിക്കും. ആൾക്കാർ അടുത്ത് പോയാലും അത് സാധാരണഗതിയിൽ ഒതുങ്ങി മാറി അങ്ങ് പോകുന്ന പാമ്പ് ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ കെയർ എടുക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന സർപ്പയുടെ വോളണ്ടിയർമാരോട് നമ്മൾ ഈ ഒരു അലർട്ട് മെസ്സേജ് കൊടുക്കാറുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച്, സാധാരണ വളരെ നല്ല രീതിയിൽ റെസ്ക്യൂവിനോട് സഹകരിക്കുന്ന പാമ്പുകൾ പോലും ചിലപ്പോൾ അഗ്രസീവ് ആവും. ചിലപ്പോൾ നല്ല രീതിയിൽ അഗ്രസീവ് ആവുകയും നമുക്ക് കടിയേൽക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മീറ്റിംഗ് സീസണിൽ പാമ്പുകളുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ, അതായത് ഇൻ്റർഫേസ് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കെയർ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നു സീസൺ? ഒക്ടോബറോട് കൂടി തുടങ്ങി നവംബർ ഡിസംബർ ഒക്കെ അതിൻ്റെ മേറ്റിംഗ് സീസണാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരി പകുതിയോടുകൂടി കുഞ്ഞുങ്ങളെ കാണും. മുട്ട ഇടുന്ന പാമ്പുകളാണെങ്കിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. പ്രസവിക്കുന്നതാണെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അങ്ങനെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ കണ്ടു തുടങ്ങും. അപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് സഞ്ചരിക്കും. അതിൻ്റെ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് അത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിനൊരു ഒളിയിടം പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഇടം വരെ അത് കൂടുതലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. മാത്രമല്ല, ഈ പാമ്പിൻ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ല എന്നൊരു ധാരണയുണ്ട് ആൾക്കാർക്ക്. കുഞ്ഞുങ്ങളാണ് കുഴപ്പമില്ല എന്ന് ധരിക്കും. പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുടെ വിഷത്തിന് വീര്യം കൂടുതലാണ്, അളവ് കുറവായിരിക്കും. പലരും ഇപ്പം ചില സെലിബ്രിറ്റീസൊക്കെ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞൂട്ടൻ എന്നൊക്കെ പറഞ്ഞെടുത്ത് വെച്ച് ഇങ്ങനെ കൈ വെച്ച് ഓമനിക്കുന്നതൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പേടിച്ചു പോകും. മൂർഖൻ പാമ്പിന്റെ സാധാരണഗതിയിലുള്ള മുതിർന്ന മൂർഖൻ പാമ്പ് മുതിർന്ന ഒരു ഹെൽത്തി അഡൾട്ടിനെ കൊല്ലാൻ ആവശ്യമായിട്ടുള്ള ഫാറ്റൽ ഡോസ് എന്ന് പറയുന്നത് ഏകദേശം 15-16 mg ആണെങ്കിൽ അതിൻ്റെ പകുതിയോളം മതി, 8-9 mg മതി ഒരു കുഞ്ഞു മൂർഖൻ്റെ വിഷം ഒരാളെ കൊല്ലാൻ. അപ്പോൾ അത്രത്തോളം വെനം പൊട്ടൻസി കൂടുതലാണ് എന്ന് പഠനങ്ങളുണ്ട്. അപ്പോൾ അളവ് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, അതിനെ ആരുടെയും സഹായമില്ലാതെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രകൃതിയിലെ നിയമം. അമ്മയുടെ കെയറില്ല, അച്ഛൻ്റെ കെയറില്ല, അതിന് സ്വന്തം നിലയിൽ ഇര പിടിക്കണം, ജീവിക്കണം. അപ്പോൾ അതിന് വെനം പൊട്ടൻസി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് കാരണമാണ് പ്രകൃതിയാൽ അത് ജനിച്ച് 5, 6, 7 മാസം വരെ അതിന് വെനം പൊട്ടൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ സീസണിൽ നമ്മൾ എക്സ്ട്രാ കെയർ സ്വീകരിക്കണം. മാത്രമല്ല, ഈ പൂച്ചയൊക്കെ പിടികൂടി വീട്ടിനകത്ത് കൊണ്ടുവരാൻ സാധ്യത കൂടുതൽ വലിയ പാമ്പിനെ അല്ല, കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സീസണിൽ പ്രത്യേകിച്ച് നമ്മൾ വളർത്തു മൃഗങ്ങളെ, ഇത്തരം ഓമന മൃഗങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ പാമ്പിനെ പിടിക്കുക, ഇപ്പം എല്ലാവരും പാമ്പിനെ പിടിക്കാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാമ്പിനെ എന്താ പറയുക, വലിയ ധൈര്യശാലികളാണെന്ന് കാണിക്കാനാണോ അതെന്താണെന്ന് അറിയില്ല, എല്ലാവരും പാമ്പിനെ പിടിക്കും. വിഷമുള്ളതിനെയും ഇല്ലാത്തതിനെയും ഒക്കെ പിടിക്കാറുണ്ട്. അങ്ങനെ പാമ്പിനെ എല്ലാവർക്കും പിടിക്കാനുള്ള ഒരു റൈറ്റ് ഒന്നും ഇല്ല. പിടിക്കാൻ പറ്റില്ല. അത് പാമ്പുകൾ വന്യജീവികളാണ്. വന്യജീവിയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള അനുമതി വേണം. അതിന് ഓരോ സംസ്ഥാനത്തെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയാണ് നിയമപരമായിട്ട് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിന് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷനുകളുണ്ട്. സെക്ഷൻ 11, സെക്ഷൻ 12 എന്നൊക്കെ പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള നിയമപരമായിട്ടുള്ള അനുമതിയുള്ള ആൾക്കാർക്കാണ് അതിന് പിടികൂടാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർ ഏത് വന്യജീവിയായാലും, പാമ്പെന്നല്ല, പക്ഷികളായാലും മറ്റ് സസ്തനികളായാലും ഏത് വന്യജീവിയെയും പിടിക്കാനോ അല്ലെങ്കിൽ വളർത്താനോ ഒക്കെ ശ്രമിക്കുന്നത്, പിടിച്ച് കൈവശം വയ്ക്കുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ ഒക്കെ കുറ്റകരമാണ്. ഓക്കെ, ഈ ഒരു പാമ്പിനെ പിടിക്കാനുള്ള ഒരു ട്രെയിനിങ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? അതുപോലെ അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പാമ്പിനെ പിടിക്കാനായിട്ട് പറ്റുമോ? ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. അതായത് ട്രെയിനിങ്ങിന് ഇത്തരം കാര്യങ്ങൾ അതൊരു വോളണ്ടറി സേവനം കൂടിയാണ്. അതായത് ഒരു വീടിനകത്തൊരു പാമ്പിനെ കാണുക എന്ന് പറയുമ്പോഴേക്കും വീട്ടിൽ ചിലപ്പം മുതിർന്ന പുരുഷന്മാരില്ല, വീട്ടിൽ ചിലപ്പോൾ ലേഡീസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രായമായ അമ്മയും അച്ഛനും ആയിരിക്കും, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും. ഒരു പാനിക് സിറ്റുവേഷനാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഭയപ്പെട്ടാണ് ഒരാളെ സഹായത്തിന് വിളിക്കുന്നത്. അവിടെ അതൊരു വളരെ ക്രിട്ടിക്കൽ ഒരു ലൈഫ് സേവിങ് ഇന്റർവെൻഷനാണ്. ആ പാമ്പിനെ രക്ഷപ്പെടുത്തുന്നു, വീട്ടുകാരെ സേഫ് ആക്കുന്നു. അപ്പോൾ അതൊരു വോളണ്ടറി സർവീസാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പോൾ അത്തരം ഒരു സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരായാലും ഉദ്യോഗസ്ഥരല്ലാത്ത ജനറൽ പബ്ലിക്കായാലും, വീട്ടമ്മമാരും ഡോക്ടർമാരും ലെക്ചർമാർ, ഗവേഷകർ, ഓട്ടോ ഡ്രൈവർമാർ, പോർട്ടർമാർ, കൃഷിപ്പണിക്കാർ, ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ഈ സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്.
ടെക്കീസ് ഉണ്ട്, ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് വനം വകുപ്പിലെ സോഷ്യൽ ഫോറസ്ട്രി സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ തന്നെ റിക്വസ്റ്റ് വയ്ക്കാം. അപ്പോൾ അവരെ ട്രെയിനിങ്ങിന് വിളിക്കും. എല്ലാ ജില്ലകളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ റിക്വസ്റ്റ് വരുന്നതനുസരിച്ച്, ആപ്ലിക്കേഷൻസ് വരുന്നതനുസരിച്ച് ട്രെയിനിങ് സംഘടിപ്പിക്കും. ആ ട്രെയിനിങ്ങിൽ ഈ പാമ്പുകളെ പറ്റിയുള്ള സംഗതികൾ, വേരിയസ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, വെനമസ് ഏതാണ്, നോൺ വെനമസ് ഏതാണ്, പിന്നെ സ്നേക്ക് ബൈറ്റ് മിറ്റിഗേഷൻ, സ്നേക്ക് കൺസർവേഷൻ ആൻഡ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെ റെസ്ക്യൂ ചെയ്യണം, എങ്ങനെ റെസ്ക്യൂ ചെയ്യാൻ പാടില്ല, ബൈറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹാഫ് ഡേ അത് ഡിസ്കസ് ചെയ്യും. ഉച്ചവരെയുള്ള സെഷൻ അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കലി എങ്ങനെ പലതരം പാമ്പുകളെ പലതരം സിറ്റുവേഷൻസിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, ഡെമോ ചെയ്ത് കൊടുത്തിട്ട് ഓരോരുത്തരെയും കൊണ്ടത് പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ചെയ്യാതിരിക്കാം. പ്രാക്ടിക്കലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് വനം വകുപ്പ് ലൈസൻസ് കൊടുക്കും. അത് നിയമപരമായിട്ടുള്ള അനുമതിയാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന്. ഇനി അവർ റെസ്ക്യൂ ചെയ്യുന്നതും സർപ്പ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ എൻട്രി നടത്തിയിട്ട് വേണം റെസ്ക്യൂ ചെയ്യുന്നത്. അതായത് ആരൊക്കെ ഏതൊക്കെ പാമ്പിനെ പിടിക്കുന്നു, അതിനെ കൃത്യമായിട്ടാണോ പിടിക്കുന്നത്, കൃത്യമായിട്ട് അതിനെ റിലീസ് ചെയ്യുന്നു എന്നുള്ള ഡാറ്റ കംപ്ലീറ്റ് ഫിംഗർ ടിപ്സിൽ വനം വകുപ്പിന് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ 100 പേര് അറ്റൻഡ് ചെയ്താൽ 100 പേർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കാണിക്കുന്ന ചിലപ്പോൾ ഒരു 60ഓ 70ഓ പേർക്കായിരിക്കും ഈ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക. അവർക്കാണ് ഇത്തരം ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ എത്താനും പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാനും കഴിയുക, നിയമപരമായിട്ട് കഴിയുക. ഈ റെസ്ക്യൂ ചെയ്ത പാമ്പിനെ എന്താണ് ചെയ്യുക സാധാരണ? അതിനെ നോൺ വെനമസ് ആയിട്ടുള്ള അപകടകാരി അല്ലാത്ത പാമ്പാണ്. ഇപ്പോൾ വീടിനകത്ത് ചേരയെ കണ്ടു, അതിനെ വീടിൻ്റെ പുറത്ത് തന്നെ വീട്ടുകാരുടെ അനുമതിയോടുകൂടി റിലീസ് ചെയ്യും. അവർക്ക് ഭയമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആർക്കും അപകടമില്ലാത്ത അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യും. ഇനി വെനമസ് സ്നേക്കാണ്, ഒരു മൂർഖം പാമ്പാണ്, അതിന് ആളുതാമസം ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ആർക്കും അപകടമില്ലാത്ത രീതിയിൽ വനപ്രദേശത്തേക്കോ അതിനെ റീലൊക്കേറ്റ് ചെയ്യും. രാജവെമ്പാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉൾവനത്തിൽ തന്നെ കൊണ്ട് റിലീസ് ചെയ്യാണ് ചെയ്യാറ്. മലമ്പാമ്പ് പോലുള്ള പാമ്പുകളെയൊക്കെ നമ്മൾ കൂടുതലും വനപ്രദേശങ്ങളിൽ തന്നെ, കാരണം അതിനെ തല്ലിക്കൊല്ലുക മാത്രമല്ല അതിനെ ഭക്ഷിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സേഫ്റ്റിയും കൂടി പരിഗണിച്ചിട്ട് നമ്മൾ വനത്തിനുള്ളിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യാറ്. ഈ മലമ്പാമ്പ് വിഷമുള്ളതാണോ? ഇല്ല, വിഷമില്ലാത്ത പാമ്പ്. പക്ഷെ അത് ഉപദ്രവിക്കും മനുഷ്യരെ അങ്ങനെ ഉപദ്രവിക്കാറില്ല. അത് സാധാരണ എന്താണ്, ഈ മനുഷ്യനെന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ളത് ഇന്ത്യൻ റോക്ക് പൈത്തനാണ്. ഹ്യൂജ് സൈസ് ആയിട്ട് അത് വളരാറില്ല. പക്ഷേ ഈ ഇന്തോനേഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ റെറ്റിക്കുലേറ്റഡ് പൈത്തൻസ് ഉണ്ട്. കുറെ കൂടെ നീളവും മണ്ണവും ഒക്കെയുള്ള ഭാരവും ഒക്കെയുള്ള വലിയ മലമ്പാമ്പാണ്. റെറ്റിക്കുലേറ്റഡ് പൈത്തൻ എന്നാണ് മനുഷ്യനെ പിടികൂടി വിഴുങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതിന്റെ കാരണം അവിടെയുള്ള ആൾക്കാർ ചെറുതാണ്, അവിടെയുള്ള പൈത്തൻ വളരെ വലുതാണ്. അപ്പം അങ്ങനെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന പൈത്തൻസ് ഒന്നും അങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന സൈസ് ഉള്ളതൊന്നും അല്ല. റെറ്റിക്കുലേറ്റഡ് പൈത്തൻ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ കാണപ്പെടാറുണ്ട്, പക്ഷെ അത്ര ഹ്യൂജ് സൈസ് അല്ല. ഈ പാമ്പുകൾ, വിഷപ്പാമ്പുകൾ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിവുള്ളവയാണോ? അത് എത്ര, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വേറെ ദൂരെയുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അത് അങ്ങനെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ ഇല്ല, അത്തരം സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ സ്റ്റഡീസ് നടത്തിയിടത്തോളം ചില സ്പീഷീസിന് അതിൻ്റെ സ്വന്തം ടെറിട്ടറിയിലേക്ക് നാവിഗേറ്റ് ചെയ്ത് വരാനൊക്കെയുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ മൂർഖം പാമ്പൊക്കെ എത്ര ദൂരം സഞ്ചരിക്കുമെന്നോ അതിന് ടെറിട്ടോറിയൽ നേച്ചർ ഉണ്ടോന്നോ അങ്ങനെയുള്ള സംഗതികളെ പറ്റി അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. പക്ഷെ കർണാടകയിൽ ആഗുംബെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ ഉണ്ട്. പത്മശ്രീ റോമുലസ് വിറ്റേക്കർ സ്ഥാപിച്ചതാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു പേര് കിങ്കോബ്രയെ അവർ റെസ്ക്യൂ ചെയ്തിട്ട് അവരതിനെ ഇത് ചെയ്തു. അവർ അതിനെ ആ പിടികൂടിയ സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്നിനെ 35 കിലോമീറ്റർ ദൂരെയും ഒന്നിനെ 65 കിലോമീറ്റർ ദൂരെയും റിലീസ് ചെയ്തിട്ട് രണ്ട് ടീമായിട്ട് അതിനെ മോണിറ്റർ ചെയ്തു. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഫീമെയിൽ 35 കിലോമീറ്റർ ദൂരെ റിലീസ് ചെയ്ത പാമ്പ് ആ പിടികൂടിയ സ്ഥലത്ത് തിരിച്ചെത്തി. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 65 കിലോമീറ്റർ ദൂരെ റിലീസ് ചെയ്ത മെയിൽ ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. അതിനെ ഫോളോ ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇത്രത്തോളം ഒരു 65 കിലോമീറ്റർ വരെയും യാത്ര ചെയ്ത് അതിൻ്റെ സ്വന്തം ടെറിട്ടറിയിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവ് കിങ്കോബ്രയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാ പാമ്പുകൾക്കും ഒരുപക്ഷെ മൂർഖന് ചിലപ്പോൾ അത്രത്തോളം 50-60 കിലോമീറ്റർ ചിലപ്പം തിരിച്ചെത്താൻ പറ്റുമായിരിക്കില്ല. പക്ഷികൾക്കൊക്കെ
ഇപ്പം ദേശാടനം നടത്തുന്ന പക്ഷികൾക്ക് 20,000 കിലോമീറ്ററൊക്കെ ദൂരെ സഞ്ചരിക്കാൻ പറ്റും. കൃത്യമായി പറന്നെത്താനും സഞ്ചരിക്കാനും, ഇവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയും സഹായം ഇല്ലാതെ തന്നെ അതിൻ്റെ സ്വദേശത്തേക്ക് പറന്ന് തിരിച്ചു പോകാനും അത്തരത്തിലുള്ള ഒരു അതിൻ്റെ സ്വന്തം ടെറിട്ടറി തിരിച്ചറിയാനും ഒക്കെയുള്ള കഴിവുകളുണ്ട്. പക്ഷേ ചില പാമ്പുകൾക്കും അങ്ങനെയുണ്ട്. അപ്പോൾ രാജവെമ്പാലയ്ക്ക് 65 കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ചെത്താൻ കഴിയുമെന്ന് ആ ഒരു പഠനത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ പാമ്പും മന്ദബുദ്ധിയല്ല. എല്ലാ പാമ്പുകൾക്കും അങ്ങനെ ഇല്ല. അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില കഴിവുകൾ പാമ്പുകൾക്കുണ്ട്. അതിൽ ഒന്നാണ് ഈ അതിജീവനക്ഷമത എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിയും. അതായത് ആഹാരമില്ലാതെ മാസങ്ങളോളം അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. വർഷങ്ങളോളം പ്രത്യുൽപാദനം നടത്താൻ പറ്റും. ഈ പണമൊക്കെ പൊഴിക്കുന്നതൊക്കെ എന്തിനാണ്? പടം പൊഴിക്കുന്നത് അതായത് ഈ മനുഷ്യരെ പോലല്ല. ഇപ്പം വൃക്ഷങ്ങളൊക്കെ മുളച്ച് തൈയായി കഴിഞ്ഞാൽ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, അതിന്റെ മരണം വരെയും വളരുന്നു. പാമ്പുകളും അതുപോലാണ്. കുഞ്ഞായി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ മരണം വരെയും വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു 10, 15, 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തടി വയ്ക്കത്തേ ഉള്ളൂ, പിന്നെ വളർച്ചയില്ല. അപ്പോൾ ഓരോ വളർച്ചയുടെ ഘട്ടം അതിങ്ങനെ പടം പൊഴിച്ച് അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ ഓരോ സ്പീഷീസിനനുസരിച്ച് സാധാരണഗതിയിൽ 5, 6, 7 തവണയൊക്കെ ഓരോ വർഷവും പടം പൊഴിച്ചിട്ട് വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കലാണ്. വളർന്നുകൊണ്ടേയിരിക്കുന്നതിന്റെ ഒരു ഇതാണ് പടം പൊഴിക്കൽ എന്ന് പറയുന്നത്. ഒരു മൂർഖന്റെ ഒക്കെ ആയുസ് എത്രയാണ്? അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അവൈലബിൾ അല്ല, സ്റ്റഡീസ് നടത്തിയിട്ടില്ല. നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിൽ കുഞ്ഞ് ജനിച്ചത് മുതൽ നമ്മുടെ കൈവശമുള്ള ഒരു പാമ്പാണെങ്കിലാണ് അതിന് എത്ര വയസ്സായി എന്ന് പറയാൻ പറ്റുക. കാരണം ഒരു ക്ലസ്റ്ററിലുള്ള ഒരു 30 മുട്ടയുടെ ഒരു ക്ലസ്റ്റർ വിരിഞ്ഞു, 30 കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. 30 കുഞ്ഞുങ്ങളും നമ്മൾ അളന്നു നോക്കിയപ്പോഴേക്കും 21 സെന്റിമീറ്റർ നീളമുണ്ടെന്ന് വെച്ചോ. 3, 5 വർഷം കഴിഞ്ഞിട്ട് ഈ 30 കുഞ്ഞുങ്ങളെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ഒരേ സൈസ് ആയിരിക്കില്ല. ഈ 30ഉം പല സ്ഥലങ്ങളിൽ പോയിട്ട് പല ഭക്ഷണങ്ങൾ കഴിച്ച് പല കാലാവസ്ഥയിൽ ജീവിക്കുന്നതായിരിക്കും. പല സ്ഥലങ്ങളിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആവുക. അപ്പൊ അതിന്റെ ആഹാരത്തിന്റെ രീതി അനുസരിച്ച്, കാലാവസ്ഥയുടെ ഇതനുസരിച്ച് അതിന്റെ വളർച്ചയുടെ തോതിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു കാരണവശാലും വലുപ്പം വെച്ചിട്ട് അതിന്റെ പ്രായം നിർണ്ണയിക്കാൻ പറ്റില്ല. പിന്നെ സ്കെൽറ്റോക്രോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് മരിച്ചുപോയ ഒരു ജീവിയുടെ സ്കെൽട്ടൺ സാമ്പിൾ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ട്, സ്കെൽറ്റോക്രോണോഗ്രഫി എന്ന് പറയുന്ന ആ അനാലിസിസ് ചെയ്തിട്ട് നമുക്കത് എത്രാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത് എന്ന് പറയാൻ പറ്റും. അല്ലാതെ ജീവനുള്ള ഒരു പാമ്പിന്റെ ഏജ് എത്രയാണെന്ന് നമുക്കൊരു കാരണവശാലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം സ്റ്റഡീസ് നമുക്ക് വളരെ കുറവാണ്. അപ്പൊ തുടക്കത്തിൽ എൻ്റെ അന്വേഷണം അവസാനിക്കുന്നത് പാമ്പ് ഒരു ഭീകര ജീവിയല്ല എന്ന രീതിക്ക്. പാമ്പ് ഒരുപാട് ഉപകാരിയായിട്ടുള്ള ഒരു ജീവിയാണ്. ഒരുപാട് നമ്മുടെ പരിഗണനയൊക്കെ എന്ന് വെച്ച് നമ്മൾ പാമ്പിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്നത് പാമ്പിനോടുള്ള സ്നേഹമല്ല, അത് തിരിച്ചതിനൊരു ഉമ്മ വയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ അപകടമാവും. അതെ, അപ്പോ അത്രയും പേടിക്കേണ്ട ഒരു ജീവിയല്ല. മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാം. അതിനുള്ള സ്പേസ് അനുവദിച്ചു കൊടുത്താൽ മാത്രം മതി, അത് ജീവിച്ചോളും. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അതിനെ സംരക്ഷിക്കുകയും വേണ്ട, നമ്മൾ അതിന് ഫുഡും കൊടുക്കണ്ട, അതിന് വേണ്ട പാർപ്പിടമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കണ്ട. അതിനറിയാം ജനിച്ച അന്ന് മുതൽ ജീവിക്കാനുള്ള പ്രാപ്തിയുള്ള, റെഡി ടു ലീവ് അല്ലെങ്കിൽ റെഡി ടു സർവൈവ് എന്നുള്ള കാറ്റഗറിയിൽ പെട്ട ഒരു ജീവിയാണ്. അച്ഛൻ്റെ അമ്മയുടെ ഒന്നും സഹായമില്ലാതെ അത് ജീവിച്ചോളും. നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോയി സ്നേഹിക്കാനോ ഉമ്മ കൊടുക്കാനോ അതിനെ സംരക്ഷിക്കാനോ ഒന്നും ചെയ്യണ്ട. അതിനെ ജീവിക്കാൻ അനുവദിക്കാനുള്ള സ്പേസ് അനുവദിച്ചു കൊടുക്കാൻ മാത്രം മതി, അത് ജീവിച്ചോളൂ. അത് നമ്മുടെ സ്പേസിലാണോ നമ്മൾ ചെക്ക് ചെയ്യും കൂടെ വേണം. നമ്മൾ ജാഗ്രത ഉണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ കരുതൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഈ ഒരു പാമ്പിനെ പേടിയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? പാമ്പിനെ പേടി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ സർവീസിൻ്റെ ആരംഭം മുതൽ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പോഴും പാമ്പിനെ പേടിയാണ്. പാമ്പിനെ പേടി എന്ന് പറയുന്നത് പ്രൈമേറ്റ്സിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറാണ്. പിന്നെ എന്താണ് അത്, നമ്മൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിയാക്ഷൻ, നമ്മൾ ഹോർമോൺ, ആ ഒരു ഭയം ഉണ്ടാവും. നല്ലൊരു റെസ്ക്യൂർ ആവണമെങ്കിൽ, പാമ്പുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു റെസ്ക്യൂർ ആവണമെങ്കിൽ പാമ്പിനോടുള്ള പേടി ഉണ്ടാവണം. അത് എന്താണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതില്ലെങ്കിൽ അപകടം ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ്. അപ്പൊ പേടിക്കുക എന്നുള്ളത് അതിനെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. പാമ്പ് എന്താണ്, വിഷപ്പാമ്പാണ്, നമ്മൾ അനാവശ്യമായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. അതോടുകൂടി നമ്മൾ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, അത് നമ്മുടെ സ്പേസിലേക്ക് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുറേ പ്രിക്കോഷണറി മെഷേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് പാമ്പുകളും മറ്റ് ജീവികളുമായിട്ട് നമുക്ക് കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും.
പാമ്പുകളോ മറ്റ് എല്ലാ ജീവികളും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തേനീച്ചകളില്ലാത്തൊരു ലോകത്ത് മനുഷ്യനോ മറ്റ് ജീവികൾക്കോ 4 വർഷത്തിൽ കൂടുതൽ അതിജീവനം അസാധ്യമാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഗവേഷണം നടത്തിയിട്ട് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചേരയും പാമ്പും ഒന്നും ഇല്ലാത്തൊരു ഭൂമിയിൽ നമുക്ക് അതിജീവനം അസാധ്യമാണ് എന്ന് തന്നെ പറയാം. ഓക്കെ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് തിരിച്ചറിവാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് ഉണ്ടായിരിക്കുന്നത്. പാമ്പുകളോട് എനിക്കിപ്പോൾ കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നു. അനാഥരാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്കൊരു സ്നേഹമൊക്കെ സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും സന്തോഷം സാർ. ഒരുപാട് നന്ദി, സ്നേഹമൊക്കെ. താങ്ക് യു സോ മച്ച്. പാമ്പ് അത്ര വലിയൊരു ഭീകര ജീവിയല്ല എന്ന് ഈ ഒരു സാറ്റർഡേ സവാരി കേട്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ എന്തായാലും ഇന്നത്തെ സാറ്റർഡേ സവാരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.